ഇതുപോലെയുള്ള സ്കെച്ചപ്പ് ഇൻറ്റീരിയർ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആക്കണോ? ഇതിൽ അടിപൊളിയായിട്ട് ലൈറ്റിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? മെറ്റീരിയലും കാര്യങ്ങളൊന്നും മാറാതെ എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഗൂഗിളിൽ കയറിയതിന് ശേഷം സബ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റായ ഇതുപോലെ ഫസ്റ്റ് പേജിൽ ഇങ്ങനെ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എന്ന് കാണും. അടിയിൽ ഒരു റെഡ് ഐക്കണിൽ ക്രിയേറ്റ് എന്ന് കാണും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കയറണമെങ്കിൽ സൈനപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ മെയിൽ ഐ ഡി വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്ലോഡ് എന്ന് കാണും. അപ്ലോഡിൽ നമുക്ക് സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. ഏത് ഫോൾഡറിലാണോ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ പെർസ്പെക്റ്റീവ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് പ്രിസെറ്റിൽ ഇത് അവൈലബിൾ ആണ്. നമുക്ക് കുറേ നല്ല പ്രിസെറ്റ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ കാണാം കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ, പ്ലാനിങ്. നമ്മുടെ റെസിഡൻഷ്യലിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതിലത്തെ ഒരു ലൈറ്റിംഗ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് എന്ന് കാണാം ഈ ഫസ്റ്റത്തെ. അപ്പോൾ റെൻഡർ ആവുന്നത് കാണാം കേട്ടോ. കുറച്ച് നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ റെൻഡർ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് റെൻഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മൾ വിചാരിച്ച അതേ ലൈറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റി, നല്ല ക്ലിയറിൽ ആഡായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു കിച്ചണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്ലോഡിൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏതിലാണോ നമ്മൾ സ്ക്രീൻഷോട്ട് സേവ് ചെയ്തിരിക്കണത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് റെസിഡൻഷ്യൽ കിച്ചണ്ടത് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ നമുക്ക് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലാരിറ്റിയിൽ നല്ല ക്ലിയറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് സ്കെച്ചപ്പിൽ എക്സ്റ്റീരിയർ ഒന്ന് ഇതേപോലെ നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത് പെർസ്പെക്റ്റീവിൻ്റെ അവിടെ ബെഡ്റൂം നമ്മൾ മുന്നേ കൊടുത്തതിന് അത് എക്സ്റ്റീരിയറിൻ്റെ ഒരു പ്രിസെറ്റാക്കി മാറ്റണം. നമുക്ക് ഏതാ നോക്കാം. കൺവേർട്ടിൽ ഓക്കെ ഇത് കൊടുക്കാം. ഒരു സമ്മർ 2 എന്ന് പറഞ്ഞുകൊണ്ട് വല്ലൊന്നുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ബയോയിലുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.